പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരോ ശരണാംഭോജ്യം യസ്യാന്ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ഗുരുവായൂരപ്പാ ശരണം. ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ വാങ്മയസ്വരൂപം തന്നെ. ശ്രീമദ് ഭാഗവതത്തിൽ വിവിധ ലക്ഷണങ്ങളെ വർണ്ണിക്കുന്നു. സാധാരണ പുരാണങ്ങളിൽ 5 ലക്ഷണമാണെങ്കിൽ ഭാഗവതം 10 ലക്ഷണത്തോടു കൂടിയിട്ട് അവതരിപ്പിക്കുന്നു. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മൂതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം എന്നിങ്ങനെയുള്ള 10 ലക്ഷണങ്ങളെ വർണ്ണിക്കുന്നു. 10ാമത്തെ ലക്ഷണം ആശ്രയമാണ്. ആശ്രയം ഭഗവാൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് 10 ലക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നത്. ആശ്രയം ഭഗവാൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മറ്റുള്ള 9 ലക്ഷണങ്ങൾ. അതിൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം എന്ന ലക്ഷണങ്ങൾക്ക് ശേഷമാണ് ഊതയ, കർമ്മവാസന, ഊതികൾ എന്നുള്ള ലക്ഷണത്തെ വർണ്ണിക്കുന്നത്. ഊതി കർമ്മവാസനയാണെന്ന് ഇവിടെ പ്രതിപാദിക്കുന്നു. കർമ്മവാസനയ്ക്കനുസരിച്ചാണ് ഓരോരുത്തരും പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ടും സപ്തമസ്കന്ധത്തിൽ, ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിൽ പ്രത്യേകമായിട്ടും പ്രതിപാദിക്കുന്നത് സജ്ജനങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അസുരകുലത്തിൽ ജനിച്ചാൽ പോലും ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാം എന്നാണ്. എന്നാൽ ഏറ്റവും ഉയർന്ന ഭഗവാന്റെ പാർഷദനായിട്ട് മാറിയാൽ പോലും സജ്ജനങ്ങളെ നിന്ദിച്ചു കഴിഞ്ഞാൽ അസുരവംശത്തിൽ ജനിക്കേണ്ടി വരും. ഇങ്ങനെ ഹിരണ്യകശിപുവിൻ്റെയും പ്രഹ്ലാദൻ്റെയും കഥ വർണ്ണിക്കുന്നു. തൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ ഭഗവാൻ കാടൻ വേഷം കെട്ടി വന്ന് കൊന്നു എന്ന് കേട്ട് ക്രുദ്ധനായ ഹിരണ്യകശിപു ശൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭയിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു, എൻ്റെ ശത്രുവായ വിഷ്ണുവിനെ ഞാൻ ഈ ശൂലം കൊണ്ട് കുത്തിപ്പിളർന്ന് രുധിരപ്രിയനായ എൻ്റെ സഹോദരന് തർപ്പണം ചെയ്യും, സത്യം സത്യം എന്ന്. പിന്നെ വിഷ്ണുവിൻ്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള പ്രയത്നങ്ങൾക്കും അധർമ്മങ്ങൾ ചെയ്യാനും തൻ്റെ ശിഷ്യന്മാരെ പ്രേരിപ്പിക്കുന്നു. വേദങ്ങൾ ചുട്ടുകരിക്കുക, വൃക്ഷങ്ങൾ വെട്ടിയിറക്കുക, എല്ലാ തരത്തിലുള്ള യജ്ഞങ്ങളും തകർക്കുക, ഗോക്കളെയെല്ലാം നശിപ്പിക്കുക എന്നിങ്ങനെയുള്ള വിവിധങ്ങളാകുന്ന അധർമ്മങ്ങൾക്കെല്ലാം പ്രേരണ കൊടുത്തു. എല്ലാ അധർമ്മവും നടത്താനായിട്ട് ഏർപ്പാട് ചെയ്ത് നോക്കുമ്പോഴാണ് അന്തഃപുരത്തിൽ കരച്ചിൽ കേട്ടത്. സഹോദരൻ്റെ ഭാര്യയും അമ്മയും അതുപോലെ കുട്ടികളുമൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ചെന്നു, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹിരണ്യാക്ഷൻ മരിച്ചതിന് കരയാണ്. അതിഗംഭീരമായ ഉപദേശങ്ങൾ നടത്തുന്നു ഹിരണ്യകശിപു. ആത്മാവ് നിത്യനാണ്, അവ്യനാണ്. ആത്മാവിന് മരണമില്ല, ശരീരം മാത്രമാണ് മരിക്കുന്നത്. ഹിരണ്യാക്ഷൻ മരിച്ചിട്ടില്ല. കഥകളും ഉപകഥകളുമായിട്ടാണ് തൻ്റെ ശ്രോതാക്കളെ ഹിരണ്യകശിപു ഉയർത്തിക്കൊണ്ടുവരുന്നത്. പണ്ട് സുയജ്ഞന്നിവരായ രാജാവ് യുദ്ധകളത്തിൽ വെച്ച് ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. ശവശരീരം എടുക്കാനായിട്ട് ഭാര്യമാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ വാവിട്ട് കരയുന്നു. അവസാനം യമൻ തന്നെ ഒരു ബാലകനായിട്ട് ചെന്ന് അവർക്ക് വേണ്ട സതുപദേശങ്ങളെല്ലാം നടത്തി. അവർക്ക് വിവേകവും വിജ്ഞാനവും ഉണ്ടായി. അവർ ദുഃഖത്തിൽ നിന്ന് കരകയറി എന്നുള്ള കഥകളും ഉപകഥകളുമായിട്ടാണ് ഹിരണ്യകശിപു തൻ്റെ ശ്രോതാക്കൾക്ക് കേൾപ്പിക്കുന്നത്. അത് കേട്ട് തത്വേ ചിത്തമധാരയൽ, തത്വത്തിൽ ചിത്തമുറപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളെല്ലാം അവിടുന്ന് പോകുന്നു. ദുഃഖം തീർന്ന് എണീറ്റ് പോകുന്നു. പക്ഷേ ഹിരണ്യകശിപുവിന് ഇപ്പോൾ സമാധാനമില്ലാതെയായി. തൻ്റെ കരബലം മാത്രം പോരാ, വരബലം കൂടി വേണം വിഷ്ണുവിനെ എതിർക്കാൻ എന്നുറപ്പിച്ചുകൊണ്ട് തപസ്സിനായിട്ട് പോകുന്നു. സതേപേ മന്ദരദ്രോണ്യം തപ പരമദാരുണ ഊർധ്വബാഹു നഭോദൃഷ്ടി പാദാങ്കുഷ്ഠാശ്വതാവനി. അതിഗംഭീരമായ തപസ്സാണ് മന്ദരപർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഹിരണ്യകശിപു ചെയ്തത്. ഒരു കാല് മാത്രം നിലത്ത് കുത്തി, ഒരു വിരൽ മാത്രം കുത്തി, ഒറ്റക്കാലിൽ ഒരു വിരലിൽ നിന്നുകൊണ്ട് 2 കൈയും തൊഴുതു പിടിച്ചുകൊണ്ട്
മിക്കവാറും പകൽ സമയങ്ങളിൽ കണ്ണ് തുറന്നു പിടിച്ച് സൂര്യനെ തുറച്ചു നോക്കിക്കൊണ്ട് ഒക്കെ അതിഗംഭീരമായ തപസ് അനുഷ്ഠിച്ചു. ഈ തപസ് കൊണ്ട് ദിവ്യമായിട്ടുള്ളൊരു ചൂട് ലോകം മുഴുവൻ പരക്കുന്നു. ഈ ദിവ്യമായ ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാതെ ദേവന്മാർ പോലും ഭയപ്പെട്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ച് ബ്രഹ്മാവിനെ ഹിരണ്യകശിപുവിൻ്റെ തപസ് മുടക്കാനായിട്ട് അയക്കുന്നു. ബ്രഹ്മാവ് ചേർന്നു. ബ്രഹ്മാവ് വന്ന് നോക്കുമ്പോൾ ഹിരണ്യകശിപുവിനെ കാണാനില്ലേ, കുറച്ച് പുറ്റു മാത്രമേ കാണാനുള്ളൂ. പുറ്റു തട്ടി നോക്കുമ്പോഴാണ് പ്രാണാഹി അസ്ഥിഷു ചേരതെ, ഹിരണ്യകശിപുവിൻ്റെ അസ്ഥികളുണ്ട് അവിടെ. ഹിരണ്യകശിപുവിൻ്റെ അസ്ഥികളിൽ പ്രാണൻ വിലയം പ്രാപിച്ചിരിക്കുന്നു. തൻ്റെ കമണ്ടലിലെ ജലം തളിക്കുന്നു. അപ്പോൾ പൂർവാധികം ശക്തനായിട്ട് ഹിരണ്യകശിപു വജ്രസംഹനനോ യുവ ഉയർന്നെഴുന്നേൽക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയിട്ട് ഹേമ ഉപസ്സുമായിട്ട് പൂർവാധികം ശക്തനായിട്ട് ഹിരണ്യകശിപു ബ്രഹ്മാവിനെ നമസ്കരിക്കുന്നു അതിഗംഭീരമായിട്ട്. തപസ്സൊക്കെ കേട്ടു. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുന്നു ബ്രഹ്മാവ്. മരിക്കരുതെന്നാണ് ഹിരണ്യകശിപുവിന് ആഗ്രഹം. പക്ഷെ ബ്രഹ്മാവിൻ്റെ ഭാവം എന്താണ്? ഞാൻ തന്നെ മരിക്കുന്നവനാണ്, പിന്നെ എങ്ങനെയാണ് മരിക്കില്ല എന്ന് പറഞ്ഞ് വരം തരിക? ഏതൊക്കെ വഴിക്ക് മരണം വരുന്നുവോ അതിനെ മുഴുവൻ തടുക്കാൻ തീരുമാനിച്ചു ഹിരണ്യകശിപു. വിവിധങ്ങളാകുന്ന വരങ്ങൾ യാചിച്ചു. മനുഷ്യൻ എന്നെ കൊല്ലരുത്, മൃഗം എന്നെ കൊല്ലരുത്, അകത്ത് വെച്ച് ഞാൻ മരിക്കാൻ പാടില്ല, പുറത്ത് വെച്ച് മരിക്കാൻ പാടില്ല, ആകാശത്ത് വെച്ച് മരിക്കാൻ പാടില്ല, ഭൂമിയിൽ വെച്ച് മരിക്കാൻ പാടില്ല, പകൽ മരിക്കാൻ പാടില്ല, രാത്രി മരിക്കാൻ പാടില്ല, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള ആയുധം കൊണ്ട് ഞാൻ കൊല്ലപ്പെടരുത് എന്നിങ്ങനെ വിവിധങ്ങളാകുന്ന വരങ്ങൾ യാചിച്ചു. എല്ലാം ചെവി പൊത്തി തന്നെ ബ്രഹ്മാവ് നൽകി. എങ്ങനെയെല്ലാം വരം കൊടുത്താലും ഭഗവാൻ അതിനപ്പുറത്ത് അവതരിച്ച് ഇവനെ നിഗ്രഹിക്കുന്ന ഉറപ്പുണ്ട് ബ്രഹ്മാവിന്. അതുകൊണ്ട് വിവിധങ്ങളാകുന്ന വരങ്ങൾ നൽകി. വരോർജിതനായ ഹിരണ്യകശിപുവിൻ്റെ കരാളഭരണമാണ് പിന്നെ ഹിരണ്യകശിപുവിൻ്റെ കരാളഭരണം. ശാരീരിക സുഖം മാത്രമാണ് സത്യമെന്ന് വിചാരിക്കുന്നവനെയാണ് ഹിരണ്യകശിപു എന്നെല്ലാം പറയേണ്ടത്. എല്ലാ സുഖഭോഗങ്ങൾക്കും ഹിരണ്യകശിപു ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം, ആധ്യാത്മികമായ ചിന്തകൾ അതുമാത്രമില്ല. പ്രകൃതിശക്തികളായ ദേവന്മാരെല്ലാം ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ പറഞ്ഞു, ധർമ്മത്തെയും ഭൂമിയെയും എന്ന് അവൻ ഉപദ്രവിക്കുന്നു, അന്ന് എത്ര വരോർജിതനാണെങ്കിലും അവൻ്റെ കഥ ഞാൻ കഴിക്കും. അതൊക്കെ എന്നോ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ, തൻ്റെ ഉണ്ണിയായ പ്രഹ്ലാദനെ എന്ന് തൊട്ട് കളിക്കുന്നുവോ അന്ന് എത്ര വരോർജിതനാണെങ്കിലും അവൻ്റെ കഥ ഞാൻ കഴിക്കും. ഹനിഷ്യേപി വരോർജിതം എന്നുള്ള ഭഗവാന്റെ ഗർജനം കേട്ടപ്പോൾ ദേവന്മാർക്ക് സമാധാനായി. അവർ പിന്നെ പ്രഹ്ലാദനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഹ്ലാദൻ, സംഹ്ലാദൻ, അനുഹ്ലാദൻ തുടങ്ങിയിട്ടുള്ള പുത്രന്മാർക്ക് ശേഷമാണ് ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനെ ഉണ്ണിയായി കിട്ടിയത്. എല്ലാ ഗുണങ്ങളുടെയും വിളനിലമായ പ്രഹ്ലാദൻ സത്യസന്ധ, ജിതേന്ദ്രിയ, സത്യസന്ധനാണ്, ജിതേന്ദ്രിയനാണ്, ശീലസമ്പന്ന, എല്ലാ നല്ല ഗുണങ്ങളുടെയും ആകത്തുകയാണ് പ്രഹ്ലാദൻ. തന്നെക്കാളും പ്രായം കുറഞ്ഞവനെ അനുജന്മാരെ പോലെ സ്നേഹിക്കുന്നവനാണ് പ്രഹ്ലാദൻ. തന്നെക്കാളും പ്രായം കൂടിയവരെ അച്ഛനമ്മമാരെ പോലെ ബഹുമാനിക്കും. അച്ഛനമ്മമാരെ ഗുരുനാഥന്മാരായിട്ട് കണക്കാക്കുന്നു. ഗുരുനാഥനെ ഈശ്വരനായിട്ട് കണക്കാക്കുന്നു. ഗുരുഷു ഈശ്വരഭാവന. ഇങ്ങനെയുള്ള ദിവ്യഭാവത്തോട് കൂടിയിട്ട് പ്രഹ്ലാദൻ, എപ്പോഴും ഭഗവത് അനുഭവം പ്രഹ്ലാദനുണ്ട്. ഒരു വാത്സല്യനിധിയായ അച്ഛൻ തൻ്റെ പുത്രനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുന്ന പോലെയാണ് എപ്പോഴും ഭഗവാൻ പ്രഹ്ലാദനെ ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഭഗവത് അനുഭവം പ്രഹ്ലാദനുണ്ട്. എന്നാൽ വല്ലപ്പോഴും വാത്സല്യനിധിയായിട്ടുള്ള അച്ഛന് മറ്റുള്ള തിരക്ക് കാരണം എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ പോകുന്ന പോലെ ഭഗവത് അനുഭവം ഇല്ലാതെയാവുന്ന സമയത്ത് പൊട്ടിക്കരയുന്നു പ്രഹ്ലാദൻ. അപ്പോഴേക്കും വാത്സല്യനിധിയായിട്ടുള്ള അച്ഛൻ തിരിച്ചോടി വരുന്ന പോലെ ഭഗവാൻ പ്രഹ്ലാദൻ്റെ അടുത്ത് ഓടി വരുന്നു. അപ്പോൾ പുഞ്ചിരി തൂകുന്നു പ്രഹ്ലാദൻ. ചിലപ്പോൾ ആഹ്ലാദത്തിൽ മതിമറന്നുകൊണ്ട്, ഭഗവത് ആനന്ദത്തിൽ മതിമറന്നുകൊണ്ട് തുള്ളിച്ചാടുന്നു, നൃത്തം വയ്ക്കുന്നു പ്രഹ്ലാദൻ. ചിലപ്പോൾ എല്ലാം മറന്നുകൊണ്ട് ധ്യാനനിരതനായിട്ടിരിക്കുന്നു. ചിലപ്പോൾ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഉദ്ഗായതി ക്വചിൽ
ഭഗവത് കീർത്തനങ്ങൾ ഗാനം ചെയ്യുന്നു പ്രഹ്ലാദൻ. ഇങ്ങനെയുള്ള ഭക്തോത്തമനായ പ്രഹ്ലാദൻ്റെ ഭക്തി നിർഭരമായ ഭാവങ്ങൾ കണ്ട് ഹിരണ്യകശിപുവിന് പേടിയായി. ഇവനെ എങ്ങനെയെങ്കിലും നേരെയാക്കണം. അങ്ങനെയാണ് ചണ്ഡാമർക്കന്മാരെ വിളിച്ച് ഗുരുകുലത്തിലേക്ക് അയക്കുന്നത്. അസുര ഗുരുകുലത്തിലെ നാഥൻ ശരിക്കും ശുക്രമഹർഷിയാണ്. പക്ഷെ അദ്ദേഹം ഈ ദുഷ്ടൻ്റെ ഭരണം തുടങ്ങിയപ്പോൾ തപസ്സിനായിട്ട് പോയി. മക്കളായ ചണ്ഡാമർക്കന്മാരെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തപസ്സിനായിട്ട് പോയത്. ഇനി ഇവൻ്റെ കാലം കഴിയട്ടെ എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം പോയത്. അപ്പോൾ ചണ്ഡാമർക്കന്മാർ പ്രഹ്ലാദിനെയും കൊണ്ടുപോകുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഗുരുകുലത്തിലേക്ക്. ധർമാർത്ഥകാമങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അസുരന്മാരുടെ ഒരു ധർമ്മമുണ്ട്, അർത്ഥമുണ്ട്, കാമുണ്ട്. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഊണുകഴിക്കാം, എങ്ങനെ ഉറങ്ങാം. ഊണുകഴിക്കാനും ഉറങ്ങാനും വേണ്ട, ധനം സമ്പാദിക്കാൻ വേണ്ട വിദ്യാഭ്യാസം, അതാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെവി കൊണ്ട് കേട്ട് ഒരു ചെവി കൊണ്ട് പുറത്തേക്ക് വിട്ടു പ്രഹ്ലാദൻ. പ്രഹ്ലാദനെ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു ദിവസം എത്തിച്ചപ്പോൾ അച്ഛനെ നമസ്കരിച്ചു. പ്രഹ്ലാദനെ വാരിയെടുത്ത മടിയിൽ വയ്ക്കുന്നു. പ്രഹ്ലാദ, എന്തൊക്കെയാണ് ഗുരുകുലത്തിൽ പോയിട്ട് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പഠിക്കാൻ തോന്നുന്നില്ല. എന്തെങ്കിലും നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അതിനെ മുഴുവൻ നശിപ്പിക്കുന്ന ഗൃഹമാകുന്ന പൊട്ടക്കിണർ വിട്ട് കാട്ടിൽ പോയിട്ട് ശ്രീഹരിയെ ഭജിക്കണമെന്നാണ് ആഗ്രഹം. വനം ഗതോയത് ഹരിമാശ്രയേത. പ്രഹ്ലാദൻ്റെ ഈ വാക്ക് കേട്ട് കുട്ടികൾ വലിയ വർത്തമാനം പറയുമ്പോൾ ചിരിക്കുന്ന അച്ഛനെ പോലെ ആദ്യം ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചണ്ഡാമർക്കന്മാരെ വിളിച്ചു പറഞ്ഞു, വിഷ്ണുപക്ഷക്കാർ വന്ന് പലതും പഠിപ്പിക്കുന്നുണ്ടാവും, അതുകൊണ്ട് ഒന്ന് മനസ്സിരുത്തണം എന്ന്. ചണ്ഡാമർക്കന്മാർ പ്രഹ്ലാദയും കൊണ്ട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവർ ചോദിച്ചു, എന്താണ് പ്രഹ്ലാദ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരാണ് പ്രഹ്ലാദന് ഇതെല്ലാം പഠിപ്പിച്ചത്? പറഞ്ഞു, ഇതാരും പഠിപ്പിച്ചാൽ ഉണ്ടാവുന്നതല്ല. ജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രം മനസ്സ് ഭഗവാനിലേക്ക് ഉറക്കില്ല. ചക്രപാണേരിയ ദൃച്ഛയ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒരാളുടെ മനസ്സ് ഭഗവാനിലേക്ക് ഉറച്ചു കിട്ടുന്നത് എന്ന് പ്രഹ്ലാദൻ. ചണ്ഡാമർക്കന്മാർക്ക് ദേഷ്യം വന്നു. അവർ ആരാവിടെ? ആനീയതാമരേ വേത്രം അസ്മാകം യശസ്കര. ഈ കുലം പിടിപ്പിക്കാൻ വന്ന ഇവനെ നല്ല അടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വടി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വടി ആരൊക്കെ കൊണ്ടുവന്നു. പ്രഹ്ലാദിനെ അടിക്കാൻ തുടങ്ങി. പക്ഷേ എന്ത് ചെയ്താലും പ്രഹ്ലാദിനെ അതൊന്നും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, വടി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ സ്വന്തം മണ്ടയ്ക്കാണ് അടി കിട്ടുന്നത്. ഒക്കെ തിരിച്ചടിയായിട്ട് മാറുന്നു. അതൊക്കെ കണ്ടപ്പോൾ പ്രഹ്ലാദിന് സങ്കടമായി. ഇനിയിപ്പോൾ ഗുരുനാഥന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന പാഠങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച് കേൾപ്പിച്ചു കൊടുത്തു. എന്നാൽ എന്താണ് പഠിച്ചത്? ഇതമഭദ്രായ, ഇത് എനിക്കുള്ളതല്ല എന്ന് ഉറച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ പഠിച്ചത്. എന്നാൽ ചണ്ഡാമർക്കന്മാർ വിചാരിച്ചു പ്രഹ്ലാദൻ ഇപ്പോൾ നേരെയായിട്ടുണ്ട്, നമ്മുടെ വഴിക്ക് വന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും കയാധു കണ്ടു. ഇതാ വാരിയെടുത്ത് പ്രഹ്ലാദിനെ കുളിപ്പിച്ചലങ്കരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കൊഞ്ചിക്കുമ്പോഴാണ് അച്ഛൻ്റെ ശബ്ദം കേട്ട് ഞാൻ സഭയിലേക്ക് ഓടി വന്ന് അച്ഛൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. കണ്ണുനീർ വാർത്തുകൊണ്ട്, പുത്ര സ്നേഹത്തിൽ മതി മറന്നുകൊണ്ട് പ്രഹ്ലാദിനെ വാരിയെടുത്ത് മാർത്ത് വെച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് മൂർധാവിൽ ഉമ്മ വെച്ചുകൊണ്ട് ഹിരണ്യകശിപു, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണിയാണ് പ്രഹ്ലാദൻ, അതുകൊണ്ട് അത്രയും വാത്സല്യമുണ്ട്. ഇനി നമുക്ക് കാണാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവിനെ ഭഗവാന് വേണ്ടിയിട്ട് ത്യജിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ഹിരണ്യകശിപു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രഹ്ലാദനെ ഭഗവാന് വേണ്ടിയിട്ട് ദേഷ്യം കൊണ്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ അവതരിക്കും. ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിക്കുന്നു, പ്രഹ്ലാദാനുച്യതാം താതാസ് സ്വധീതം കിഞ്ചിതുത്തമം. പ്രഹ്ലാദ, ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചതിൽ ഏറ്റവും നല്ല പാഠങ്ങൾ ഏതൊക്കെയാണ് പറയൂ. പ്രഹ്ലാദൻ ആലോചിച്ചു. ഗുരുനാഥൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ആ ഗുരുനാഥൻ ഉപദേശിച്ച പാഠങ്ങളിൻ്റെ സാരം മുഴുവൻ എടുത്ത് അശ്വനായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഭഗവത് കഥകൾ കേൾക്കലാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമായിട്ട് ആദ്യം ചെയ്യേണ്ടത്. ആ ഭഗവത് കഥകളാകുന്ന വിത്ത് മനസ്സിൽ വിതയ്ക്കുമ്പോഴാണ് കാലക്രമത്തിൽ അതെല്ലാം വളർന്ന് പന്തലിച്ച് വൃക്ഷങ്ങളായി
ഫലങ്ങൾ നൽകുന്നതായിട്ട് മാറുന്നത്. ഭഗവത് കഥാശ്രവണം തന്നെയാണ് ഏത് സാധനകളിലും ആദ്യത്തെ പ്രധാനമായ സോപാനമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ശ്രവണം, അങ്ങനെ ഭഗവത് കഥകൾ കേൾക്കുമ്പോഴാണ് ഭഗവാനെക്കുറിച്ച് കീർത്തിക്കാൻ കഴിയുക. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്നൊക്കെ ഭഗവാനെ കീർത്തിക്കാനായിട്ട് കഴിയാം. ആപത്തിനെങ്കിലും ഭഗവാനെ സ്മരിക്കാൻ കഴിയും. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പിന്നെ പാദസേവനം, മാനവസേവ, മാധവസേവ, ജനസേവ, ജനാർദ്ദന സേവ, നരസേവ, നാരായണ സേവ എന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ പാദസേവ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഭഗവാനെ അർച്ചിക്കാനായി സാധിക്കുന്നു. ഭഗവാനെ അർച്ചിക്കുമ്പോൾ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം തുളസീദളമാണ്. ചരണപ്രിയയായ തുളസീദളമാണെന്നെല്ലാം പറയും. പക്ഷെ അതിനേക്കാളും ഇഷ്ടമുള്ള പുഷ്പങ്ങൾ നമുക്ക് ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ്. അഹിംസ പ്രഥമം പുഷ്പം, അഹിംസ, ഇന്ദ്രിയ സംയമനം, ദയാപുഷ്പം, ക്ഷമാപുഷ്പം, ഇങ്ങനെയുള്ള നമ്മുടെ സ്വഭാവം നന്നാക്കി മാറ്റിക്കൊണ്ട് ഭഗവാന് അർച്ചനയാക്കി ചെയ്യാവുന്നതാണ്. പിന്നെ വന്ദനം, ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോയി വന്ദിക്കാം. അതിനപ്പുറത്ത് മഹാത്മാക്കളെ കണ്ട് വന്ദിക്കാം. ഓരോ ജീവനുള്ള പദാർത്ഥങ്ങളിലും ജീവസ്വരൂപേണ ഭഗവാൻ തന്നെയാണ് വിളങ്ങുന്നത് എന്നുള്ള ഭാവത്തിൽ ഓരോരുത്തരെയും വന്ദിക്കാവുന്നതാണ്. ദാസ്യം, ദാസോഹം തവ കേശവ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ഓരോ കർമ്മവും ഭഗവാന്റെ സമർപ്പണമാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. ഈ ജന്മത്തിലെ, ഈ ലോകത്തിലെ എനിക്ക് പ്രാരബ്ധമായിട്ടുള്ള ഏത് ജോലിയും ഏത് കർമ്മവും ഭഗവാനായിക്കൊണ്ട് ഞാൻ ഭഗവാന്റെ ദാസനാണെന്നുള്ള ഭാവത്തോട് കൂടിയിട്ട്, ഭഗവാനാണ് എന്നെ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ഏറ്റവും ആത്മാർത്ഥമാക്കി മാറ്റാവുന്നതാണ്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ മുമ്പിൽ കണക്കുകളൊന്നും പറയാനില്ല. സ്വാർത്ഥമായ ഭാവത്തോട് കൂടിയിട്ട് കൂട്ടുകാരന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. പിന്നെ ആത്മനിവേദനവും, ഈ ജീവിതം തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ കഴിയും. എന്നിങ്ങനെയുള്ള ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെയുള്ള 9 ഭക്തിയുടെ വിവിധ സോപാനങ്ങളെയോ അല്ലെങ്കിൽ 9 തരത്തിലുള്ള വിവിധങ്ങളാകുന്ന ഉപാസനാ പദ്ധതിയെയോ അച്ഛൻ്റെ മുമ്പിൽ ധൈര്യമായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവരെ മാത്രം ക്ഷമയോടുകൂടി ഇരുന്ന് ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നൊരൊറ്റ തട്ടാണ് പ്രഹ്ലാദനെ. നീ എൻ്റെ മകനൊന്നുമല്ല. പ്രഹ്ലാദൻ തെറിച്ചുപോയി. സാധാരണ ഒന്ന് കാൽ തട്ടി വീണാൽ മതി ആപത്ത് വരാൻ. ഇത് ദൂരെ എവിടെയോ തെറിച്ചുപോയി, ഒരു പൊടി പോലും കണ്ടുപിടിക്കാനില്ല എന്നുള്ള ഭാവത്തിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ ഒരു പോർല് പോലും ഏൽക്കാതെ പ്രഹ്ലാദൻ തുള്ളിച്ചാടി വരുന്നു, ആരോ വാരിയെടുത്ത പോലെ. ഇത് കാണുമ്പോഴേക്കും ഹിരണ്യകശിപുവിന് ദേഷ്യം ഇരട്ടിച്ചു. ചണ്ഡാവർക്കന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങളെ എന്താ പഠിപ്പിക്കുന്നത് എന്നെല്ലാം. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ പഠിപ്പിച്ചതല്ല, നമൽ പ്രണീതം ന പരപ്രണീതം, വേറെ ആരും വന്ന് പഠിപ്പിച്ചതല്ല, നൈസർഗികീയം രതിരസ്യ, ഇവൻ്റെ ജന്മനാലുള്ള സ്വഭാവമാണ്, ആർക്കും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചണ്ഡാവർക്കന്മാരും കൈ ഒഴിയുന്നു. അപ്പോഴാണ് പ്രഹ്ലാദൻ, അച്ഛാ ഈ ഗുരുനാഥന്മാരെ കുറ്റം പറയണ്ട, ഇന്ന് ഈ അസുരവംശം മുഴുവൻ കണ്ണുപൊട്ടന്മാരാണ്, അവരെ നയിക്കാൻ കണ്ണുള്ളവർ വേണം. ശ്രുതി സ്മൃതിയാകുന്ന കണ്ണുകളാണ് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതില്ലാത്തവരാണ് ഈ അസുരവംശം മുഴുവൻ. അവരെ നയിക്കാൻ വന്ന ഗുരുനാഥന്മാർക്കാണെങ്കിൽ ശ്രുതിയും സ്മൃതിയും ഒട്ടും അറിയാത്തവരാണ്. അങ്ങനെ ഒട്ടും കണ്ണ് കാണാത്ത ആൾക്കാരെ കണ്ണ് കാണാത്ത വേറെ 2 പേര് നയിക്കുന്ന പോലെ എല്ലാവരും കൂടിയിട്ട് ആപത്തിലേക്ക് പോയിട്ട് വീഴും. അങ്ങനെയാവരുത്. മഹാത്മാക്കളെ ആശ്രയിച്ചുകൊണ്ട് ഈ നിത്യമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ചവച്ചുകൊണ്ട് ഇരിക്കുന്ന പോലെ ഈ വിഷയങ്ങൾ തന്നെ അനുഭവിച്ചുകൊണ്ട് ജീവിതം വ്യർത്ഥമാക്കി കളയാനുള്ളതല്ല എന്നെല്ലാം ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പ്രഹ്ലാദൻ അച്ഛനോട് ഉപദേശിക്കുന്നു. അപ്പോഴേക്കും ഹിരണ്യകശിപു ക്രുദ്ധനായി, വധ്യതാമാശ്വയം വധ്യ, ഇവനെ ഉടനെ വധിക്കണം എന്നൊക്കെ കൽപ്പന കൊടുത്തു. അങ്ങനെ വിവിധങ്ങളാകുന്ന വധോപായങ്ങളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട്
ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും പ്രഹ്ലാദനെ വധിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനി എന്ത് വേണമെന്ന് സംശയമായപ്പോഴാണ്, ഭയപ്പെട്ടപ്പോഴാണ് ഷണ്ഡാമർക്കന്മാർ പറഞ്ഞത്, ഞങ്ങൾ നേരെയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുകുലത്തിലെ ഒരു തൂണിൽ പിടിച്ച് പ്രഹ്ലാദനെ വരുണപാശ കൊണ്ട് ബന്ധിച്ചു. വരുണപാശം എന്ന് പറഞ്ഞാൽ ആ കയറിൻ്റെ ഓരോ നാരും സൂചി പോലെ തറച്ച് കയറും. അതിഭയങ്കരമായിട്ടുള്ള വേദനയാണ് സാധാരണ കുട്ടികൾക്കെല്ലാം ഉണ്ടാവുക. എന്നാൽ വേദനയുടെ ഒരു കണിക പോലും അനുഭവിക്കേണ്ടി വന്നില്ല പ്രഹ്ലാദന്. അവിടെ കിടക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഷണ്ഡാമർക്കന്മാർ അവരുടെ ഗൃഹകൃത്യങ്ങളുമായിട്ട് അവിടുന്ന് പോകുന്നു. അപ്പോഴാണ് പ്രഹ്ലാദൻ്റെ കൂട്ടുകാരായ കുട്ടികളെല്ലാം പ്രഹ്ലാദനെ സമീപിക്കുന്നത്. അവരെ കണ്ട് ബാലാന്ന ദൂഷിത ധിയ, ഈ കുട്ടികളുടെ മനസ്സ് വലിയ മാലിന്യങ്ങൾ വന്നിട്ടില്ല, അതുകൊണ്ട് ഇവരോട് എന്തെങ്കിലും പറഞ്ഞാൽ ഉപകാരമുണ്ട് എന്ന് ബോധ്യം വന്ന് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ പ്രഹ്ലാദൻ കൊടുക്കുന്നു. ചുറ്റും വന്ന അസുരബാലന്മാർക്കായിക്കൊണ്ടുള്ള പ്രഹ്ലാദൻ്റെ ഉപദേശം. ആ കുട്ടികളുടെയൊക്കെ മനസ്സിൽ എന്താണുള്ളത്? അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കണ്ടേ, അമ്മ പറഞ്ഞാൽ അനുസരിക്കണ്ടേ, ഗുരുനാഥന്മാർ പറഞ്ഞാൽ അനുസരിക്കണ്ടേ. അതുപോലെ ഭഗവാനെ ഭജിക്കുന്നത് അസുരന്മാരായ നമുക്ക് ആവശ്യമുണ്ടോ? പിന്നെ ഭഗവാനെ ഭജിക്കണമെങ്കിൽ തന്നെ കുറേ പ്രായമായിട്ട് പോരെ എന്നൊക്കെ ആയിരിക്കാം കുട്ടികളുടെ മനസ്സിലുള്ള സംശയങ്ങൾ. അതൊക്കെ തീർത്തു കൊടുക്കുന്നു. ആര് പറഞ്ഞാലും ആദ്യം ചെവി കൊണ്ട് കേൾക്കണം. നമുക്ക് ഓരോരുത്തർക്കും വിശേഷ ബുദ്ധിയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് വിവേചിച്ചറിയാനുള്ള കഴിവ് ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. ആദ്യം ആര് പറഞ്ഞാലും ചെവി കൊണ്ട് കേൾക്കുക. അത് വിവേചിച്ചറിഞ്ഞുകൊണ്ട് ശരിയാണെങ്കിൽ സ്വീകരിക്കാം. ഈ ലോകത്തിൽ ജീവനുള്ള ഓരോ പദാർത്ഥങ്ങളിലും ജീവസ്വരൂപേണ ഭഗവാനെ നമുക്ക് കാണാം. ജീവനില്ലാത്ത പദാർത്ഥങ്ങളാണെങ്കിൽ ഉണ്മയായിട്ടും ഭഗവാൻ ഇരിക്കുന്നത് കാണാം. അങ്ങനെയുള്ള ഭഗവാനെ ഭജിക്കണമെന്ന് ആര് പറഞ്ഞാലും സ്വീകരിക്കാം. ഭജിക്കേണ്ട എന്ന് ആര് പറഞ്ഞാലും സ്വീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഭഗവാനെ ഭജിക്കൽ ഇത്ര കുട്ടിക്കാലത്ത് വേണോ? കൗമാര ആചരയിൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. കൗമാരത്തിൽ തന്നെയാണ് ഭാഗവധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടത്. കൂടി വന്നാൽ 100 കൊല്ലം ആയുസ്സുണ്ടായിരിക്കാം. പകുതി ഉറങ്ങിപ്പോയി. കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊന്നും ഭഗവത് കഥകൾ കേൾക്കാനോ ഭാഗവധർമ്മത്തെ അനുഷ്ഠിക്കാനോ ഒന്നും സാധിക്കില്ല. കുറേ പ്രായമായാലും കഴിയില്ല. പിന്നെ യൗവനമാണ്. കാമക്രോധാദികളാകുന്ന വികാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന യൗവനത്തിൽ ആർക്കാണ് മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സ് ഭഗവാനിലേക്ക് ഉറപ്പിക്കാനായി സാധിക്കുക? പിന്നെ വിവാഹം കഴിഞ്ഞാൽ പറയും വേണ്ട. ഇഷ്ടപ്പെട്ട ഭാര്യയുടെ കൂടി ഇരിക്കുന്ന സമയത്ത് ആർക്കാണ് ഭഗവത് ഉപാസനയിലേക്ക് തിരിയാൻ കഴിയുക? പിന്നെ സൽസന്താനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കളാക്ഷരങ്ങളും കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കുടുംബം പോഷിപ്പിക്കാനായിട്ട് ഓടി നടക്കുന്നു. പിന്നെ ഭഗവത് ഭജനത്തിനോ ഒന്നും സമയം കിട്ടില്ല. അപ്പം ഏറ്റവും നല്ലത് കൗമാരേ ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. മാരൻ്റെ ബാണമേൽക്കാത്ത കൗമാരത്തിലാണ് ഭഗവാനെ ഭജിക്കാനായിട്ട് ഏറ്റവും നല്ല സമയം. കുട്ടിക്കാലത്ത് ഭഗവാനെ ഭജിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഏത് കാലത്തും അതിൻ്റെ ഉപകാരം ഉണ്ടാവും. യൗവനം വന്നോട്ടെ, മധ്യവയസ്കനായിക്കോട്ടെ, വാർദ്ധക്യ കാലം വന്നോട്ടെ, ആ കാലത്തെല്ലാം മനസ്സിനെ ഭഗവത് ഭക്തി കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ചക്ക മുറിക്കുമ്പോൾ മുളഞ്ഞ് കയ്യിലാവാതിരിക്കാനായിട്ട് ആദ്യം എണ്ണ പുരട്ടുന്ന പോലെ, വെളിച്ചെണ്ണയോ എണ്ണയോ പുരട്ടുന്ന പോലെ ഭക്തിയാകുന്ന എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ ജീവിത പ്രാരബ്ധങ്ങളിലേക്ക് ഇറങ്ങിയാലും നമുക്ക് അതൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് കൗമാരെ ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. കുട്ടിക്കാലത്ത് തന്നെയാണ് ഭാഗവധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടത്. ഈ മനുഷ്യജന്മം ഏറ്റവും വിശിഷ്ടമായതാണ്, അർത്ഥതമായിട്ടുള്ളതാണ്. എന്തും നമുക്ക് നേടിയെടുക്കാൻ കഴിവുള്ളതാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം കൊണ്ട് നേടാൻ കഴിയാത്തത് ഒന്നുമില്ല. എന്നാൽ മനുഷ്യജന്മം എന്നും ഉണ്ട് എന്ന് തീരുമാനിക്കരുത്. വെള്ളത്തിലെ കുമിള പോലെയാണ്. അടുത്ത നിമിഷം യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ് ഈ ശരീരം.
അതുകൊണ്ട് നാളേക്ക് വേണ്ടി മാറ്റിവെക്കാതെ ഭഗവത് ഉപാസന, ഭാഗവധർമ്മത്തെ അനുഷ്ഠിക്കൽ ഇന്ന് തന്നെ ആരംഭിക്കാം. ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതാണ്. എന്താണ് ഭാഗവധർമ്മം? കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്നുള്ള ഭാവനയോട് കൂടിയിട്ട് ഓരോ കർമ്മങ്ങളും ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കലാണ് ഭാഗവധർമ്മം. നമുക്ക് ഓരോ കുലങ്ങളിൽ ജനിച്ചവർക്ക്, വ്യത്യസ്ത വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും ജീവിക്കുന്നവർക്ക് വിവിധ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതേതുമായിക്കോട്ടെ, ചെയ്യുന്ന ഓരോ കർമ്മവും നാരായണായേതി സമർപ്പയാമി എന്നുള്ള ഭാവനയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഭാഗവധർമ്മം. പ്രഹ്ലാദന് ഇതെല്ലാം ആരാണ് പറഞ്ഞു തന്നത്? നാരദ മഹർഷി. ഇവിടെ വന്ന് പറഞ്ഞു തന്നോ? ഇല്ല. ഞാൻ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അവിടെ വന്ന് ഉപദേശിച്ചതാണ്. എൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അച്ഛൻ തപസ്സിനായി പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മയെ ഉപദ്രവിക്കാനായിട്ട് ഇന്ദ്രൻ ഉരുമ്പെട്ടു. വിവരമറിഞ്ഞ നാരദ മഹർഷി ഇടപെട്ടു. ഈ കയാധുവിൻ്റെ ഗർഭത്തിൽ ഒരു പരമഭാഗവതനാണ് വളർന്നു വരുന്നത് എന്നുള്ള വിവരം ഇന്ദ്രനെ അറിയിച്ചു. ഇത് കേട്ട ഇന്ദ്രൻ എൻ്റെ അമ്മയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ടാണ് അവിടുന്ന് പോയത്. പിന്നീടുള്ള കാലം മുഴുവൻ ഗർഭിണിയായിട്ടുള്ള അമ്മ നാരദ മഹർഷിയുടെ ആശ്രമത്തിലാണ് താമസിച്ചത്. അന്ന് അമ്മയുടെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് ഞാൻ അന്നത്തെ സാത്വികമായ അന്തരീക്ഷം, സാത്വികമായിട്ടുള്ള ആഹാരം, സാത്വികമായിട്ടുള്ള ഗുരുനാഥൻ്റെ മുഖാരവിന്ദത്തിലൂടെ ഒഴുകി വരുന്ന ആ ഭാഗവതമാണ്, അന്ന് കേട്ട ഭാഗവതമാണ് ഇന്നും എന്നെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും എന്താണ് അനുഷ്ഠിക്കേണ്ടത്? സദ്ഗുരുനാഥന്മാരെ കണ്ടുമുട്ടി അവരുടെ കണ്ഠങ്ങളിലൂടെ ഒഴുകി വരുന്ന ഭാഗവതാമൃതം പാനം ചെയ്ത് നാമസങ്കീർത്തനാദികളിലൂടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. പിന്നെ ഒരു ബാധ വന്നവനെ പോലെ എല്ലാം മറന്നുകൊണ്ട് നാമസങ്കീർത്തനാദികളിൽ മുഴുകാൻ സാധിക്കുന്നു. ബാക്കിയെല്ലാം നിസ്സാരമാണെന്ന് ബോധ്യപ്പെടൂ. മമതാസ്പദങ്ങളാണ് മറ്റെല്ലാം എന്ന് ബോധ്യപ്പെടൂ. അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരന്മാരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, എല്ലാവരും ഒരു ദിവസം നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ അവരെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. എന്നാൽ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമാണ്. നമ്മളിൽ നമ്മളായ വസ്തുവായ ആത്മസ്വരൂപനായ ഭഗവാൻ മാത്രമേ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഭഗവാനിലേക്ക് തന്നെ മനസ്സുറപ്പിക്കൂ. അയ്യോ പ്രഹ്ലാദ, ഞങ്ങൾക്കിതെല്ലാം സാധിക്കുമോ? ഞങ്ങൾക്ക് അസുരന്മാരല്ലേ? ഞാൻ അസുരനല്ലേ? എനിക്ക് ഏതൊക്കെ ആപത്ത് വന്നപ്പോഴും ഭഗവാൻ ഓടി വന്നു. എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചു. നിങ്ങളെയും ഇതുപോലെ എല്ലാ ആപത്തുകളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കും. ഭഗവാന് രക്ഷിക്കാനായിട്ട് വരാൻ ഒരു മാനദണ്ഡവുമില്ല. എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടെന്നോ, എത്രത്തോളം പാണ്ഡിത്യം ഉണ്ടെന്നോ, ഏത് കുലത്തിൽ ജനിച്ചു എന്നോ, ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്നൊന്നും ഭഗവാൻ നോക്കുന്നില്ല. പിന്നെ എന്താണ് ഭഗവാൻ നോക്കുന്നത്? പ്രിയതയെ അമലയാ ഭക്തിയാ ഹരി അന്യദ്വിഡംബനം. പരിശുദ്ധമായ ഭക്തി കൊണ്ടാണ് ശ്രീഹരി സന്തോഷിക്കുന്നത്. ആ ഭക്തി ഉണ്ടാവാനുള്ള സാധന എന്ന് പറഞ്ഞാൽ നാമസങ്കീർത്തനമാണ്. അതിനായിട്ട് തയ്യാറാവുകയാണ് വേണ്ടത് എന്നുള്ള പ്രഹ്ലാദൻ്റെ ഉപദേശം കേട്ട് ആവേശഭരിതനായിട്ട് കുട്ടികളെല്ലാവരും നാമജപലഹരിയിൽ നൃത്തം വയ്ക്കാനായിട്ട് തുടങ്ങി. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. പ്രഹ്ലാദൻ്റെ ഉപദേശം കേട്ട് ആ സുരമാലന്മാരെല്ലാം നാമജപലഹരിയിൽ നൃത്തം വയ്ക്കാനായിട്ട് തുടങ്ങി. എന്താണ് പ്രഹ്ലാദൻ്റെ വാക്കുകൾ ആ സുരമാലന്മാരെ ഇത്രയും സ്വാധീനിച്ചത്? ഇത് പ്രഹ്ലാദൻ ഏതോ പുസ്തകം വായിച്ച് പറയുന്ന വാക്കുകളല്ല, ആരോ പറഞ്ഞ് കേട്ട് പറയുന്ന വാക്കുകളല്ല, തൻ്റെ അനുഭവത്തിൽ ചാലിച്ച വാക്കുകളാണ് പ്രഹ്ലാദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാട്ടുളി പോലെ അത് കുട്ടികളുടെ ഉള്ളിലേക്ക് തറച്ചു കയറി ആവേശഭരിതനായിട്ടാണ് കുട്ടികൾ നാമജപലഹരിയിൽ നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ. ഷണ്ടാവർക്കന്മാർ ഓടി വന്നു. നിർത്തൂ നിർത്തൂ എന്ന് പറഞ്ഞു. അവരുടെ ശബ്ദമൊക്കെ മുങ്ങിപ്പോയി.
ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടി നാമം ജപിക്കാനായിട്ട് തുടങ്ങും എന്ന് വിചാരിച്ച് വേഗം പ്രഹ്ലാദൻ്റെ കെട്ടഴിച്ച് പ്രഹ്ലാദിനെ വലിച്ചഴിച്ച് ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും ഹിരണ്യകശിപു ഇങ്ങോട്ട് വരുന്നു. ദേഷ്യത്തോടു കൂടിയിട്ട് പല്ല് കടിച്ച് കണ്ണുരുട്ടി വീഴ്ചുകൊണ്ട് വാൾ ഊരിക്കൊണ്ട് ഭൂമിയിൽ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഹിരണ്യകശിപു ഇങ്ങോട്ട് വരുന്നത്. അച്ഛൻ്റെ വരവ് കണ്ടു പ്രഹ്ലാദൻ. അച്ഛനോട് ദേഷ്യമൊന്നുമില്ല, അച്ഛൻ്റെ സ്വഭാവത്തിനോട് ദേഷ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ പിതൃദേവോ ഭവ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് വീണ്ടും നമസ്കരിച്ചു. ചവിട്ടേറ്റ സർപ്പത്തെ പോലെ ചുറ്റിക്കൊണ്ട്, എടാ നീ ഇത്ര മന്ദനായിപ്പോയല്ലോ, നീ എൻ്റെ അടുത്ത് കപട വിനയം അഭിനയിക്കുകയാണ്. ഇന്ന് നിന്നെ ഞാൻ യമലോകത്തിലേക്ക് അയക്കുന്നുണ്ട്. അസുരവംശമാകുന്ന ചന്ദനക്കാട് നശിപ്പിക്കാൻ വന്ന മുള്ളാണ് നീ. നിന്നെ ഞാൻ വെട്ടിയിറക്കുന്നുണ്ട്. എന്നാൽ എനിക്കൊരു സംശയം, എന്നെ കാണുമ്പോൾ നീ നമസ്കരിക്കും, അത് കഴിഞ്ഞാൽ നീ എൻ്റെ ശത്രുവായ വിഷ്ണുവിനെ ജയ് വിളിക്കും. നിനക്ക് ഈ കപട വിനയം അഭിനയിക്കാൻ ആരാണ് ബലം? ശാസനം കിം ബലോത്യക. ഞാനൊന്ന് ക്രുദ്ധനായി കഴിഞ്ഞാൽ ലോകം മുഴുവൻ കിടുകിട വറക്കുകയാണ്. അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ ഈ കപട വിനയം അഭിനയിക്കാൻ നിനക്ക് ആരാണ് ബലം? പറയേ. എന്നാ കേവലം എനിക്ക് മാത്രമായിട്ടൊരു ബലമില്ല അച്ഛ, എനിക്ക് ബലമായത് ഭഗവാൻ തന്നെയാണ്. എന്നാൽ അച്ഛനും ഇങ്ങനെ അലറാനായിട്ട് ബലം ഭഗവാൻ തന്നെയാണ്. ഈ ലോകമായിരിക്കുന്നതും ഭഗവാനാണ്. ഈ ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും ബലമായത് ഭഗവാൻ തന്നെയാണ്. അച്ഛൻ ലോകത്തെ മുഴുവൻ ജയിച്ചു എന്ന് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അച്ഛൻ്റെ ഹൃദയത്തിലെ കാമക്രോധാദികളാകുന്ന വികാരങ്ങളെ ജയിക്കാൻ അച്ഛന് സാധിച്ചിട്ടില്ല. ആ കാമക്രോധാദികളാകുന്ന വികാരങ്ങളെ ജയിച്ചു കഴിഞ്ഞാൽ അച്ഛനും ബലമായ ശ്രീഹരിയെ അച്ഛനും അനുഭവമായി തീരും. ഒന്ന് ഹൃദയത്തിലേക്ക് നോക്കൂ അച്ഛ. വ്യക്തം ത്വം മർത്തുകാമോസി. ചാവാൻ പോകുന്നവൻ ഭിക്ഷുപയും പറയും, നീ അതാണ് പുലമ്പിയത്. ശരി, മദന്യോ ജഗദീശ്വര, എന്നിൽ നിന്ന് അന്യനായിട്ടുള്ള ജഗദീശ്വരൻ ഉണ്ടെങ്കിൽ ക്വാസൗ, എവിടെ അവൻ? പല ശാസ്ത്രജ്ഞന്മാരും വേദാന്തികളും സാഖ്യകാരന്മാരും അന്വേഷിച്ചതാണ് ഭഗവാൻ എവിടെ, ഭഗവാൻ എവിടെ, ഭഗവാൻ എവിടെയെന്ന്. അവർക്കാർക്കും കൃത്യമായിട്ട് കണ്ടെത്താനായി സാധിച്ചിട്ടില്ല. നിഷേധശേഷോ ജയതാദശേഷ. നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് മാത്രമേ അവർ കണ്ടെത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ള സമയത്താണ് ലോകം മുഴുവൻ ഇടിച്ചു പൊളിക്കാൻ കഴിവുള്ള ഹിരണ്യകശിപു വാളുയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രഹ്ലാദനോട് ചോദിക്കുന്നത് ക്വാസൗ, എവിടെ വന്ന്? എന്നാൽ പ്രഹ്ലാദന് ഒരു സംശയം ഉണ്ടായില്ല. എവിടെയാണ് ഭഗവാൻ ഇല്ലാത്തത്? സർവത്ര, എല്ലായിടത്തുണ്ടല്ലോ. തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എല്ലായിടത്തും ഭഗവാനെ അനുഭവമായതാണ്. സർവത്ര ദൃശ്യത്തെ, എല്ലായിടത്തും ഭഗവാനെ കാണുന്നു. ഹിരണ്യകശിപു നോക്കുമ്പോൾ എവിടെയും കാണാനില്ല. നീ എന്നെ വീണ്ടും പറ്റിക്കുകയാണോ? എതിസ് സർവത്ര, എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നില്ലല്ലോ, ചുറ്റും നോക്കി കാണാനില്ല. ശരി, നീ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ കസ്മാൽ സ്തംഭേന, ഈ തൂണിൽ എന്തുകൊണ്ടില്ല? ദൃശ്യത്തെ. പ്രഹ്ലാദൻ നോക്കുമ്പോൾ തൂണിലും ഭഗവാനെ കാണാം. ഭഗവാനില്ലാത്തത് കൊണ്ടല്ല, നമ്മളുടെ നോട്ടത്തിൻ്റെ കുറവാണ്. ഏത് തുരുമ്പിലും തൂണിലും ഭഗവാനെ കാണാം. ഭക്തിയോട് കൂടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഭഗവാനെ അനുഭവിക്കാനായിട്ട് സാധിക്കും. തൂണിലും ഭഗവാനെ കണ്ടുകൊണ്ട് പ്രഹ്ലാദൻ. ഇനി ഭഗവാനെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കൽ എളുപ്പമല്ല. അച്ഛൻ അനുഭവിക്കട്ടെ. പറഞ്ഞ് മനസ്സിലാക്കാനും കേട്ട് മനസ്സിലാക്കാനും ഒരു പരിധിയുണ്ട്. അച്ഛൻ അനുഭവിക്കട്ടെ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് പ്രഹ്ലാദൻ തൊഴുതു പിടിച്ചു നിൽപ്പായി. ഇത് കണ്ടു ഹിരണ്യകശിപു. ഉത്തരം മുട്ടിയ കൊഞ്ഞനം കാണിക്കാന്ന് പറഞ്ഞ പോലെ നീ തൊഴുതു പിടിച്ചു നിൽക്കുകയാണ്. ഭഗവാനെ ആശ്രയിച്ച് നിന്നെ രക്ഷിക്കാനായിട്ട് ഹരി എന്നൊരുത്തൻ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നത് കാണട്ടെ എന്നുള്ള വെല്ലുവിളിയോട് കൂടിയിട്ട് സ്തംഭം തതാട് അതിബലസ്വമുഷ്ടിന, ആ തൂണിൽ ഒരു ഇടി കൊടുത്തു. ഹിരണ്യകശിപുവിൻ്റെ ലോകം മുഴുവൻ ഇടിച്ചു തകർക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ ഉരുക്കുമുഷ്ടി കൊണ്ടുള്ള ഇടിയുടെ ശബ്ദമല്ല അവനെ കേട്ടത്. അതിഭയങ്കരമായിട്ടൊരു ശബ്ദമായിരുന്നു. അതപശ്ചാൽ വിഷ്ണു നഹി വദിതുമീശോസ്മി സഹസ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ ഭാഗവതത്തിൻ്റെ ആസ്വാദനമായിട്ടുള്ള സ്തോത്രകാവ്യം രചിച്ചുകൊണ്ടിരിക്കുന്ന മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി ഈ ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പോലും ഒന്ന് പരുങ്ങിപ്പോയി. ഏത് വലിയ വലിയ കഥകളും ചുരുക്കിയൊരൊറ്റ ശ്ലോകം കൊണ്ട് അവതരിപ്പിക്കാൻ വൈഭവമുള്ള ആ മഹാത്മാവ് ഈ ഘട്ടത്തിയപ്പോൾ ഭഗവാന്റെ മുൻപിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
എനിക്ക് അടുത്ത രംഗം എന്താണെന്ന് പറയാൻ കഴിയില്ല. അടുത്ത രംഗം എന്താണെന്ന് ഞാൻ പറയണമെങ്കിൽ കുറച്ച് കാരുണ്യം അവിടുന്ന് ചൊരിയണേ എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം നിർത്തിവെച്ചു. ഗുരുവായൂരപ്പനാണ് ഇപ്പോൾ വല്ലാതെയായത്. നരസിംഹാവതാരത്തിന് തയ്യാറായിരിക്കുന്ന ഭഗവാൻ ഇനി നാളെയാവട്ടെ എന്ന് മേൽപ്പത്തൂർ നിർത്തിപ്പോയപ്പോൾ വല്ലാതെയായി. അന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പിറ്റേ ദിവസം നേരത്തെ എഴുന്നേറ്റ് ആ പുണ്യതീർത്ഥത്തിൽ കുളിച്ച് പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ എല്ലാം കഴിച്ച് ഭഗവാനെ പ്രദക്ഷിണം വെച്ച് ബഹിപ്രാകാര പ്രദക്ഷിണവും അന്തപ്രാകാര പ്രദക്ഷിണവും കഴിഞ്ഞ് മണ്ഡപത്തിൽ കയറി നമസ്കരിച്ച് വാതിൽ മാടത്തിൽ വന്നിരിക്കുമ്പോഴേക്കും ഇങ്ങനെ വെട്ടിത്തിളങ്ങാണ് ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം. പിന്നൊരു പൊട്ടിത്തെറിയായിരുന്നു. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ കമ്പകഷ്ടന സംഭപാത. ഇതിനു മുമ്പ് ഒരിക്കലും കേൾക്കാത്തൊരു ശബ്ദം. ഹിരണ്യകശിപുവിൻ്റെ ചെവിക്കല്ലൊക്കെ പൊട്ടിപ്പോയി. കൊടുങ്കാറ്റ് വീശുന്നു, ഇടിവെട്ടുന്നു, സമുദ്രം തിരമാലകളായിട്ട് കരയ്ക്ക് അടിച്ചു കയറുന്നു. അതിഭയങ്കരമായ രംഗം. ഭൂമി കുലുങ്ങുന്നു. അതിഭയങ്കരമായ ശബ്ദത്തോട് കൂടിയിട്ട് തൂണ് പിളരുന്നു. തീജ്വാലകൾ ഉയർന്നു വരുന്നു. ആകാശത്തിലെ മേഘപാളികളെ തട്ടിമാറ്റുന്ന സടാരോമങ്ങൾ, കുഞ്ചുരോമങ്ങൾ, ആകാശത്തേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന കുറ്റിച്ചെവി, 2 ഇരുമ്പുഗോളങ്ങൾ അഗ്നിയിലിട്ട് പഴുപ്പിച്ച് സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്ന തീപ്പാർന്ന ഉണ്ടക്കണ്ണുകൾ, നാസികാദ്വാരത്തിലൂടെ കൊടുങ്കാറ്റ് പോലെ അകറ്റയ്ക്കും പുറത്തേക്കും കാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോർമായ 2 മഞ്ഞവരിപ്പല്ലുകൾ, ദംഷ്ട്രങ്ങൾ, അതിൻ്റെ ഇടയിലൂടെ എത്രയോ നീളമുള്ള രക്തമിറ്റിറ്റ് വീഴുന്ന വാളുപോലുള്ള നാവിങ്ങനെ നീട്ടിക്കൊണ്ട് സിംഹമുഖത്തോടു കൂടിയിട്ട് ഘോരഘോരങ്ങനെ ഗർജിച്ചുകൊണ്ട് ഉള്ള സിംഹമുഖം കാണുമ്പോഴേക്കും ഹിരണ്യകശിപു പേടിച്ച് മുഖം താഴ്ത്തി. കുറുകിയ കഴുത്ത്, താഴത്തേക്ക് വിരിഞ്ഞ മാറിടം, എത്രയോ കൈകളിൽ വിവിധങ്ങളാകുന്ന ആയുധങ്ങളാണെങ്കിൽ 4 കൈകൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. ക്രൂരാംശു ദുരോൽബണമാകുന്ന നഖായുധങ്ങൾ, പീതാംബരപ്പട്ടും അതുപോലെ എല്ലാ വൈഷ്ണവ ചിഹ്നങ്ങളോട് കൂടിയിട്ടാണ്. പകുതി ഭാഗമെങ്കിൽ മുകളിലേക്ക് നോക്കുമ്പോഴേക്കും സിംഹമുഖത്തോട് കൂടിയിട്ട് അത്യത്ഭുതമായിട്ടുള്ള നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. ഭക്തന്മാരുടെ മുഴുവൻ വാക്കിനെ സത്യമാക്കിക്കൊണ്ടുള്ള ഭഗവാന്റെ നൃസിംഹാവതാരം. ആ ഉഗ്രരൂപം കണ്ട് ആദ്യമൊന്ന് പേടിച്ചുവെങ്കിൽ ഹിരണ്യകശിപു പിന്നെ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഭഗവാനോട് യുദ്ധത്തിന് തയ്യാറായി. ഭഗവാൻ ഒരു തമാശ പോലെ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി. സന്ധ്യാസമയമായി. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. രാത്രിയല്ല, പകലല്ല, സന്ധ്യാസമയമായി കഴിഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിനെ പിടിച്ച് വലിച്ചഴച്ചു കൊണ്ടുവന്നു. 4 കൈകൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. ആ കൈകളെ കൊണ്ട് വലിച്ചഴച്ച് അകത്തല്ല പുറത്തല്ല ഉമ്മറപ്പടിയിൽ ഇരുന്ന് തൻ്റെ മടിയിലേക്ക് വലിച്ചിട്ടു. 2 ഭാഗത്തും 2 കൈകളെ കൊണ്ട് അമർത്തി. അപ്പോഴേക്കും ഹിരണ്യകശിപുവിൻ്റെ മാറിടങ്ങനെ ഉയർന്നു വരുന്നു. ക്രൂരാംശു ദൂരോൽപണമാകുന്ന നഖായുധങ്ങൾ ഉയർന്നു വന്നു. അത് മാറിടത്തിലേക്ക് ഇറക്കി വലിച്ച് പൊളിച്ച് പായം ഉദീരയൻ രക്തങ്ങനെ പാനം ചെയ്തുകൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ ആ ജീവനെ കണ്ട് വലിച്ചെടുത്ത് ഘോരഘോരം ഗർജിച്ചുകൊണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചണ്ടിയായ ദേഹത്തെയൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് അവിടെ ഉലാത്തി ക്രമേണ സിംഹാസനത്തിൽ വന്നിരുന്നപ്പോൾ ഭഗവാന്റെ രൂപം ഏതുപോലെയാണ്? സന്ധ്യാസമയത്ത് ചക്രവാളം പോലെ ഭഗവാന്റെ വെളുവെളുന്നതിനുള്ള ആ താടിരോമങ്ങളിലൊക്കെ രക്തമിറ്റിറ്റ് വീണ് സന്ധ്യാസമയത്ത് ചക്രവാളം പോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഹിരണ്യകശിപുവിൻ്റെ കുടൽമാലയൊക്കെ കഴുത്തിൽ കിടക്കുന്നുണ്ട്. ഇപ്പം കൈകളിൽ ക്രൂരാംശു ദുരോൽപണമാകുന്ന നഖായുധങ്ങളെ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത ആ ഹിരണ്യകശിപുവിൻ്റെ പിടയ്ക്കുന്ന ഹൃദയം, നഖാങ്കുരോൽപാട് തഹൽ സരോരുഹം. ഇപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ പിടയ്ക്കുന്ന ഹൃദയം ഭഗവാന്റെ കൈകളിൽ. ചണ്ടിയായ ദേഹത്തെയൊക്കെ എന്നോ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. എതിരായിട്ട് വന്നവരെ മുഴുവൻ പിടിച്ചു തിന്നലും ബാക്കിയുള്ളവരൊക്കെ പേടിച്ചോടലും കഴിഞ്ഞു. ഘോരങ്ങനെ ഗർജിച്ചുകൊണ്ട് ചുറ്റും തീപ്പാറുന്ന കണ്ണുകളെ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. ഈ ക്രോധം നിലനിന്ന് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ദഹിക്കുമെന്ന് ബോധ്യം വന്ന് ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഭഗവാനെ നമസ്കരിക്കുന്നു. ആരൊക്കെ നമസ്കരിച്ചിട്ടും ഭഗവാൻ ശാന്തനാവുന്നില്ല. ലക്ഷ്മീദേവി നമസ്കരിച്ചിട്ട് പോലും ഭഗവാൻ ശാന്തനാവുന്നില്ലെങ്കിൽ ഭക്തപ്രഹ്ലാദൻ വേണ്ടി വരുന്നു.
ഒരു ഭയവുമില്ലാതെ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന പ്രഹ്ലാദൻ്റെ ആ ഭക്തി കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രഹ്ലാദന്മാരായിട്ട് ഇനി ഭഗവാനെ നമസ്കരിക്കാം. ബ്രഹ്മാദിദേവന്മാർ പോലും ഭയപ്പെട്ട് നീങ്ങി നിൽക്കുന്ന രംഗമാണ്. അവിടെയാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. ഭഗവാനെയല്ല ഭയപ്പെടേണ്ടത്, ഭഗവാന്റെ മായയാണ് ഭയപ്പെടേണ്ടത് എന്ന് ബോധ്യം വന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാം. ഹരേ നാരായണ 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 ഹരേ നാരായണ. ഭക്തന്മാരുടെ വാക്കിനെ സത്യമാക്കി തീർക്കാനായിട്ട് അവതരിച്ച ഭഗവാൻ നമ്മുടെയും മുൻപിൽ അവതരിച്ചുകൊണ്ട്, നമ്മുടെയും ഹൃദയത്തെ പിളർന്നുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിലുള്ള കാമക്രോധാദികളാകുന്ന വികാരങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും ഭഗവാൻ സ്വന്തമാക്കി തീർക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപാദങ്ങളിൽ വീണ് നമസ്കരിക്കാം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ.